चिक चाना चिक चाना चिक 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 चिक चाना चिक चाना. ഇന്ന് നമുക്ക് പോപ്സിക്കിൾ സ്റ്റിക്ക് വെച്ചിട്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ നോക്കാം. പോപ്സിക്കിൾ സ്റ്റിക്കിൾ ഞാനിവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് 50 എണ്ണത്തിൻ്റെ ഒരു പീസാണ്. എനിക്ക് 25 രൂപയ്ക്കാണ് കിട്ടിയത്. ഓൺലൈനായിട്ടും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ്സും അവിടെയൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഇത് കളേർഡ് ആയിട്ടുള്ളതും കിട്ടും, അല്ലാതെ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ളതും കിട്ടും. നമുക്ക് പ്ലെയിൻ ആയിട്ട് വാങ്ങിച്ച് കളർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ കളേർഡായിട്ട് വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്റ്റാറാണ് ഇത് വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. ക്രിസ്മസ് ഒക്കെ ആയില്ലേ, അപ്പോൾ സ്റ്റാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു പേപ്പറിൽ എനിക്ക് വേണ്ട സൈസിലൊരു സ്റ്റാർ വരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറുതാണ്, ഞാൻ ഒത്തിരി വലുതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്റ്റിക്ക് കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ ആ സ്റ്റാറിൻ്റെ സൈസിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ബാക്കി കട്ട് ചെയ്ത പോർഷൻസ് നമുക്ക് വേസ്റ്റ് ആയൊന്നും വരുന്നില്ല, കാരണം ആ പീസസ് നമ്മൾ ഇതിൽ തന്നെ വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു വേസ്റ്റായിട്ട് തോന്നില്ല. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയൊരു സ്റ്റാറാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ പോപ്സിക്കളുടെ ഈ കംപ്ലീറ്റ് സ്റ്റിക്കായിട്ട് യൂസ് ചെയ്ത് അങ്ങനെയും എടുക്കാം. ഞാൻ ഒത്തിരി വലുത് ഉണ്ടാക്കാൻ വിചാരിക്കുന്നില്ല, അതുകൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി സ്റ്റാറിൻ്റെ ഷേപ്പിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. ജസ്റ്റ് വെച്ച് കൊടുത്ത സൈസ് കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഇതിനകത്ത് ഇച്ചിരി വ്യത്യാസമൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടം അതുപോലെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്ലൂ ഗൺ വീട്ടിലില്ലാത്തവർക്കും ഇത് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ സാധാരണ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും. പക്ഷേ സാധാരണ ഗമ്മാണെങ്കിൽ കുറേ നേരം നമ്മൾ വെച്ച് കുറേ സമയം എടുത്ത ശേഷമായിരിക്കും സ്റ്റിക്കാവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു താമസം മാത്രമേ ഉള്ളൂ ഇത് വെച്ച്, അല്ലാണ്ട് ഗ്ലൂ ഗൺ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലാതും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ലെയറെല്ലാം സ്റ്റിക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത ലെയർ അങ്ങനെ ഒരു 3-4 ലെയർ വെച്ചിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടാണ് സ്റ്റാർ ഉണ്ടാക്കിയിരിക്കുന്നത്, കാരണം നമുക്ക് ഈ സ്റ്റാർ തന്നെ ടേബിളിൽ വെച്ചാൽ ഇരിക്കുന്ന അത്രയൊരു വീതി എടുത്തിട്ടാണ് സ്റ്റാർ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ലെയർ വെക്കുന്നുണ്ട്. ഒരു 4 ലെയറാണ് ഞാൻ എക്സ്ട്രാ വെച്ചിട്ടുള്ളത്. ടോട്ടൽ ഒരു 5 ലെയർ വന്നിട്ടുണ്ട്. ഞാനിവിടെ പെയിൻറ്റ് ചെയ്യുകയാണ് സ്റ്റാർ കംപ്ലീറ്റ് ആയിട്ട്. ഞാൻ റെഡ് കളറാണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർക്ക് റെഡ്, വൈറ്റ്, ഇഷ്ടമുള്ള എന്ത് കളർ വേണമെങ്കിലും കൊടുക്കാം. വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം, അതിൽ പല ഡിസൈൻസ് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കാം. വേണമെങ്കിൽ ഒരു സൈഡ് മാത്രം വേറെ കളറ്, അകത്ത് വേറെ കളറ്, അങ്ങനെയൊക്കെ പല ഡിസൈൻസിലും കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ സിംഗിളായിട്ട് ഒറ്റ കളർ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഫുൾ റെഡ്, കംപ്ലീറ്റ് ആയിട്ട് റെഡ് കളർ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതങ്ങനെ നമ്മൾ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. 2 സെറ്റിന് 170 അങ്ങനെ എന്തോ ആയിരുന്നു അന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. വന്നിട്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് സ്റ്റാർ ഫുള്ളായിട്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടിരുന്നോളും. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഹാങ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ടേബിളിലാണെങ്കിലും വെക്കാം. ജസ്റ്റ് ടേബിൾ ഡെക്കോറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ക്രിസ്മസിന് നമുക്ക് ട്രീയുടെ മുകളിൽ വെക്കാം. അങ്ങനെ പല യൂസുണ്ട്, കാരണം അത്രയും വലിയ സൈസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ട്രീയുടെ മുകളിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. हौले हौले जिंदगी होठों पे कुंडी चढ़ा के हम ताले लगा के चल गुमसुम तराने चुप के चुप